നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. 18 വയസ്സ് മുതൽ 100 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു പെൻഷൻ പദ്ധതി LIC സ്മാർട്ട് പെൻഷൻ എന്നുള്ള പേരിൽ നിലവിൽ വന്നിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 18-ാം തീയതി മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഈ പദ്ധതിയിൽ ചേരുന്നതിന് ഒറ്റത്തവണ നിക്ഷേപമാണ് നൽകേണ്ടത്. ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1 ലക്ഷം രൂപയാണ്. എന്നാൽ പ്രതിമാസം 1000 രൂപ ഏറ്റവും കുറഞ്ഞത് പെൻഷൻ ലഭിച്ചിരിക്കണം എന്നൊരു നിബന്ധന കൂടി ഇതിനോടൊപ്പം ഉണ്ട്. അതേസമയം ദിവ്യാംഗജൻ അഥവാ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ക്ഷേമത്തിനായാണ് ഇത്തരമൊരു പെൻഷൻ തുക നിക്ഷേപിക്കുന്നതെങ്കിൽ 50,000 രൂപ ഒറ്റത്തവണയായി നിക്ഷേപിക്കാനും അനുവദിക്കുന്നതാണ്. കഴിഞ്ഞ 68 വർഷങ്ങളായി ഓരോ ഭാരതീയൻ്റെയും ഇൻഷുറൻസ് താൽപ്പര്യങ്ങളും നിക്ഷേപ താൽപ്പര്യങ്ങളും നമ്മുടെ സാമ്പത്തിക ഭൂമികയിലെ ഗതിവിഗതികളും എല്ലാം മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് LIC വർത്തമാനകാല പെൻഷൻ ആവശ്യകതകളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് LIC സ്മാർട്ട് പെൻഷൻ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഇതിൽ ഒറ്റത്തവണ നിക്ഷേപിച്ചുകൊണ്ട് പെൻഷൻ സ്വീകരിക്കുന്ന വ്യക്തിക്ക് തൻ്റെ പെൻഷൻ എത്ര കാലം വേണം, അത് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വേണമോ, തൻ്റെ കാലശേഷം ഈ നിക്ഷേപിച്ച തുക എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള വിവിധങ്ങളായ കാര്യങ്ങളിൽ തൻ്റേതായ അഭിപ്രായം അല്ലെങ്കിൽ തൻ്റേതായ താല്പര്യം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പോളിസി നേടാൻ കഴിയുന്നു. ആ രീതിയിൽ അതിനെ ആവിഷ്കരിക്കാൻ കഴിയുന്നു. അതിനായി 21 ഓപ്ഷനുകളാണ് ഓരോ നിക്ഷേപകനും ലഭിക്കുന്നത് എന്നുള്ളൊരു സവിശേഷതയും ഈ പ്ലാനിന് ഉണ്ട്. എന്തൊക്കെ മേന്മ പറഞ്ഞാലും ഒരു പെൻഷൻ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് അത് സുസ്ഥിരമായി എത്ര നിരക്കിൽ പെൻഷൻ നൽകും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ LIC സ്മാർട്ട് പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന ഓരോ നിക്ഷേപകനും തനിക്കിഷ്ടപ്പെട്ട പെൻഷൻ നിരക്ക് ആജീവനാന്തം ലോക്ക് ചെയ്ത് ആദ്യമേ തീരുമാനിക്കുന്നതിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു ആകർഷണം. നിലവിലെ പോളിസി ഉടമകൾ കഴിഞ്ഞ 1 വർഷത്തിനിടെ പോളിസി മെച്യൂറായി വട്ടമെത്തി പൈസ കൈപ്പറ്റിയ പോളിസി ഉടമകൾ, കഴിഞ്ഞ 1 വർഷത്തിനിടെ മരണം സംഭവിച്ച പോളിസി ഉടമകളുടെ ആനുകൂല്യം കൈപ്പറ്റിയ ഗുണഭോക്താക്കളും അവകാശികളും എന്നുള്ളവർക്ക് 0.15% ഇൻസെൻറ്റീവ് പെൻഷൻ നിരക്കിൽ LIC സ്മാർട്ട് പെൻഷൻ പദ്ധതി അനുവദിക്കുന്നുണ്ട്. ഇതിലെ ഒരു ഓപ്ഷൻ പ്രകാരം ജീവിത പങ്കാളികൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പെൻഷൻ നേടുന്നതിനുള്ള അവസരവുമുണ്ട്. ജോയിൻ്റ് പെൻഷൻ നേടുന്നതിനുള്ള അവസരമുണ്ട്. ദമ്പതികളിൽ ഒരാൾ മരണപ്പെട്ടാൽ അവശേഷിക്കുന്ന ജീവിത പങ്കാളിക്ക് അടുത്ത 5 വർഷത്തെ പെൻഷൻ തുക അഡ്വാൻസായിട്ട് കൈപ്പറ്റുന്നതിനുള്ള ഒരു അവസരവും ഈ LIC സ്മാർട്ട് പെൻഷനിലുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വലിയ ചിലവോ മറ്റോ നേടുന്നതിന് ഇൻസ്റ്റാൾമെൻ്റായിട്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നാൽ തികയാതെ വരും എന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തെ പെൻഷൻ ഒരുമിച്ച് അഡ്വാൻസായി കൈപ്പറ്റുന്നതിനുള്ള ഒരു സൗകര്യം LIC സ്മാർട്ട് പെൻഷൻ നൽകുന്നുണ്ട്. ആ 5 വർഷത്തെ പെൻഷൻ അങ്ങനെ മുൻകൂർ കൈപ്പറ്റി കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പഴയപടി പെൻഷൻ തുടരുകയും ചെയ്യും. ഇതിന് നേരെ വിപരീതമായി 5 വർഷത്തെ പെൻഷൻ കയ്യിൽ വാങ്ങാതെ LICയിൽ തന്നെ നിലനിർത്തുകയും ചെയ്യാം. അങ്ങനെ അതിനെ ഒരു സമ്പാദ്യമാക്കി മാറ്റാനും ആന്യൂയിറ്റി അക്യൂമുലേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടെ പുതുതായി വന്ന LIC സ്മാർട്ട് പെൻഷൻ പദ്ധതിയിലുണ്ട്. ഒരാളുടെ പെൻഷൻ കാലത്തിനിടയ്ക്ക് 3 പ്രാവശ്യം ആന്യൂയിറ്റി അക്യൂമുലേഷൻ, അതായത് 5 വർഷത്തെ പെൻഷൻ വാങ്ങാതെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതായത് ഈ പണപ്പെരുപ്പത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യം എന്നുള്ള രീതിയിലോ തൻ്റെ പെൻഷനെ വിനിയോഗിക്കാൻ ക്രാഫ്റ്റ് ചെയ്യുന്നതിനും വാല്യൂ അഡീഷൻ നൽകുന്നതിനും പോളിസി ഉടമയ്ക്ക്, അതായത് പെൻഷനർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് LIC സ്മാർട്ട് പെൻഷൻ്റെ മറ്റൊരു സവിശേഷത. ഒരു തുക നിക്ഷേപിച്ചിട്ടാണല്ലോ പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത്യാവശ്യമായി കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു, അങ്ങനെയാണെങ്കിൽ ഈ പെൻഷന് വേണ്ടി നിക്ഷേപിച്ച തുകയിൽ നിന്ന് ഭാഗികമായി നിബന്ധനകളോടെ പിൻവലിക്കാനുള്ള സൗകര്യവും LIC സ്മാർട്ട് പെൻഷൻ നൽകുന്നുണ്ട്. ലോൺ സൗകര്യമുണ്ട്. അപ്പോൾ ഈ ലോൺ സൗകര്യം, ആന്യൂയിറ്റി അക്യൂമുലേഷൻ സൗകര്യം, ആന്യൂയിറ്റി അഡ്വാൻസായി നേടാനുള്ള സൗകര്യം, ഭാഗികമായി പിൻവലിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വളരെ സൗകര്യപ്രദമായ ലിക്വിഡിറ്റി ഏത് സമയത്ത് നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി കൂടിയായി LIC സ്മാർട്ട് പെൻഷൻ പദ്ധതി മാറുകയാണ്. പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത, ആ ചിത്രത്തിൽ ഉൾപ്പെടാത്ത അവകാശി, ഏറ്റവും ഒടുവിൽ ആ പൈസ തിരിച്ചു നൽകുന്ന വ്യക്തി, തിരിച്ചു സ്വീകരിക്കുന്ന വ്യക്തി, അദ്ദേഹം പെൻഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ചിത്രത്തിലില്ലാത്തതാണ്. അദ്ദേഹം
പെൻഷൻ എടുത്ത വ്യക്തി പെൻഷൻ വാങ്ങിക്കഴിഞ്ഞ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഈ പൈസ വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനും 2.5% ഇൻസെൻറ്റീവോട് കൂടിയാണ് പെൻഷൻ തുടരാനുള്ള ഒരു അവസരം നൽകുന്നത്. നിലവിലെ പോളിസി ഉടമകൾക്കും 1 വർഷത്തിന് മുൻപുള്ള പോളിസി ഉടമകൾക്കും അതുപോലെ തന്നെ പോളിസി ഉടമ മരണപ്പെട്ടത് പ്രകാരം ഗുണഫലം സിദ്ധിച്ച അല്ലെങ്കിൽ ഡെത്ത് ക്ലെയിം സ്വീകരിച്ച അവകാശി അല്ലെങ്കിൽ ഗുണഭോക്താവ് ഇവർക്കെല്ലാവർക്കും 0.15% ഇൻസെൻറ്റീവ് ഉണ്ട്. അതുമാത്രമല്ല, ചിത്രത്തിലൊന്നുമില്ലാതിരുന്ന അവകാശിക്ക് ഒടുവിൽ പണം കൈപ്പറ്റിയിട്ട് ആ പണം ഉപയോഗിച്ച് പെൻഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് 2.5% ഇൻസെൻറ്റീവ് ഉണ്ട്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അങ്ങേയറ്റം പ്രയോജനക്ഷമവും ഉദാരവുമായ ഒരു പെൻഷൻ പദ്ധതിയായി LICയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് പെൻഷൻ പദ്ധതി മാറുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പെൻഷൻ, ആന്വിറ്റി എന്നിവയൊക്കെ കൈപ്പറ്റുന്നവർക്ക് ഒരൊറ്റ മനഃശാസ്ത്രമേ ഉള്ളൂ. എന്താണത്? സ്ഥിരമായി യാതൊരു അല്ലലുമില്ലാതെ റിപ്പോ റേറ്റിൻ്റെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാകാതെ, ഓഹരി വിപണിയുടെ ആന്തോളനങ്ങൾക്ക് വിധേയമാകാതെ സ്ഥിരമായി ഒരു ആന്വിറ്റി അല്ലെങ്കിൽ പെൻഷൻ തനിക്ക് ആജീവനാന്തം ലഭിക്കണം, അതിന് യാതൊരു വിഘ്നവും സംഭവിക്കരുത് എന്നുള്ളതാണ് ആ മനഃശാസ്ത്രം. ആ മനഃശാസ്ത്രത്തെ 100% സാധൂകരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം നൽകി കടന്നു വരികയാണ് LICയുടെ സ്മാർട്ട് പെൻഷൻ പദ്ധതി. LICയുടെ നിലവിലുള്ള ജീവൻ ശാന്തി, ജീവൻ അക്ഷയ് തുടങ്ങി ജനപ്രിയങ്ങളായ പെൻഷൻ പദ്ധതിയോടൊപ്പം അവതരിപ്പിക്കപ്പെടുകയാണ് LICയുടെ അക്ഷരാർത്ഥത്തിൽ സ്മാർട്ടായ മറ്റൊരു പെൻഷൻ പദ്ധതി. പേര് LIC സ്മാർട്ട് പെൻഷൻ പദ്ധതി. നന്ദി.